ജിൻസേട്ടാ, പറയേ. ഇന്നലെ അവരെ കോക്കണന്റെ ഇത് കണ്ടായിരുന്നോ? രാത്രി 12 മണിക്ക് പുള്ളിയൊരു വീഡിയോ ഉണ്ടായിരുന്നു. ചിരിച്ചിരി ചത്ത്. എന്താണ് സംഭവം? സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പൈസ മേടിച്ച് റിവ്യൂ ചെയ്യുന്നുള്ളൊരു ആരോപണം. ആരാണ് അങ്ങനെ ആരോപണം? അത് ഇന്നലെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അങ്കമട്ടവാസം എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്, മാധവ് സുരേഷും സൈജു കുറുപ്പൊക്കെ അഭിനയിച്ചൊരു പടം. സുരേഷ് ഗോപിയുടെ മോൻ. അതെ. അപ്പൊ ഈ പടം പുള്ളി നല്ല വൃത്തിക്കാണ് തേച്ച് ഒട്ടിച്ചായിരുന്നു റിവ്യൂ. കോക്കണ്ണൻ ഭയങ്കരമായിട്ട് അത് നശിപ്പിച്ചളഞ്ഞ പടത്തിനെ. അപ്പൊ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് വന്നിട്ട്, പ്രൊഡ്യൂസറിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞ് കോക്ക് പൈസ മേടിച്ചിട്ടാണ് റിവ്യൂ ചെയ്യണത്, 1,00,000 രൂപ എങ്ങാണ്ട് പുള്ളി ചോദിച്ചെന്ന് പറഞ്ഞിട്ട്. അതായത് നല്ല റിവ്യൂ കൊടുക്കാനായിട്ട് 1,00,000 രൂപ ചോദിച്ചെന്നും പറഞ്ഞിട്ട് ഒരു സാധനം. പുള്ളി എന്നിട്ട് രാത്രി വന്ന് എന്തൊക്കെയാണ് പറയുന്നറിയോ? തെറിയില്ല, എടാ പട്ടികളെ വാടാ, പുറത്തിറങ്ങി വാടാ, നീ തെളിവ് കാണിക്കണം, തെളിവ്. ഒരിക്കലും പുള്ളി അത് മേടിക്കൂലെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം പുള്ളി എനിക്ക് തോന്നിയുണ്ടോ പൈസ? അല്ലല്ല, എനിക്ക് പൈസ മേടിച്ചിട്ടല്ല, പക്ഷെ പുള്ളി ഫേവേഴ്സും ചെയ്യാറുണ്ട് കുറെ പടത്തിനൊക്കെ. ഭയങ്കര സംഭവം എന്ന് പറയുന്ന പടങ്ങളൊരു മാങ്ങണ്ടിക്കില്ലാത്ത പടങ്ങളെ കുറിച്ചാണ് പുള്ളി കിഡിലെ റിവ്യൂ ഒക്കെ പറയുന്നത്. അല്ല, നമ്മള് റിവ്യൂ കണ്ടെന്നും പോയി പടം കാണുന്നതിൽ വലിയ കാര്യം അല്ല. ഞാൻ പുള്ളിയുടെ നമുക്ക് നമ്മളുടെ പലർക്കും പല ടേസ്റ്റാണ്. അത് ഈ റിവ്യൂ അവർക്ക് വ്യൂവേഴ്സ് കിട്ടുന്നവർക്ക് കാശ് കിട്ടുന്നത്ര. റിവ്യൂ കണ്ടെത്തും പോയി പടം കണ്ടെന്നും പുള്ളിയുടെ വെറുതെ കണ്ടിരിക്കാം. ഞാൻ പുള്ളിയുടെ മറ്റേ ഫാനൊന്നുമല്ല, പക്ഷെ പുള്ളിയുടെ റിവ്യൂ ഞാൻ കാണാറുണ്ട്. പുള്ളിയുടെ റിവ്യൂ ആണ്. നമ്മള് സാധാരണ ഒരു യൂട്യൂബിലൊരു വീഡിയോ കണ്ട് നമുക്ക് സ്വയം ഒരു എന്റർടൈൻമെന്റ് കിട്ടുന്ന, അല്ലെങ്കിൽ ടൈം ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതുപോലെ കാണാന്നുള്ളൂ. അല്ലാതെ റിവ്യൂ കണ്ട്, പുള്ളിയുടെ റിവ്യൂ എന്നല്ല, ഒരാളുടെ റിവ്യൂ കണ്ടു പോയി സിനിമ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. ഇപ്പൊ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സിനിമ ഉണ്ട്, നമുക്ക് രണ്ട് രീതിയിലല്ലേ. അതെ.